മെട്രിക്സ് മെത്തേഡ് 3 ഇക്വേഷൻസിൻ്റേത് 6 മാർക്സ് ക്വസ്റ്റ്യൻ ഷുവർ എന്നല്ല, ഉറപ്പെന്നല്ല, എന്താണ് എന്നെ വിളിക്കുന്നത്, എക്സാമിന് വരുന്ന ചോദ്യം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇത്തിരി ലെങ്തി ക്വസ്റ്റൻ ആണ്. ഒരാൾ അത്ര എളുപ്പത്തിൽ തന്നെ ഇരുന്ന് ചെയ്യുമ്പോൾ വളരെ തെറ്റാനൊക്കെ ഭയങ്കര ചാൻസ് ആണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഈ എക്സാമിന് തൊട്ടടുത്തുള്ള ഡേയിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിനുള്ള സപ്പോർട്ട് തരണം. നിങ്ങളെല്ലാവരോടും ഇത് ഷെയർ ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് കുട്ടികളുടെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ വേണം എല്ലാവരിലും എത്താൻ. കാണുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യണം. ഏറ്റവും ഉറപ്പായിട്ട് വരുന്ന ചോദ്യം ഇതേപോലെ ഒരെണ്ണം ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്കും കമൻറ്റും ഒക്കെ ഒട്ടും കുറയ്ക്കല്ലേ, എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, solve by matrix method. There 3 equations: 2x plus 3y plus 3z equal to 5x minus 2y plus z equal to minus 4 and 3x minus y minus 2z equal to 3. Okay, ഫസ്റ്റ്ലി നമ്മൾ 3 മെട്രിസസുകളെ അങ്ങോട്ട് എഴുതണം. അരമാർക്ക് കിട്ടും. ഓക്കെ, 3 മെട്രിസസുകൾ എഴുതുക പറയും എ ബി എക്സ്. എ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻറ്റ് മെട്രിക്സ് എന്നാണ്. നോക്കിക്കോണം, കണ്ടോണം. 2 3 3 ഫസ്റ്റ് റോ. സെക്കൻഡ് റോ 1 minus 2 1. തേർഡ് റോ 3 minus 1 minus 2. ഓക്കെ, അത് ക്ലിയർ ആയി. ബി ഇസ് ദ കോൺസ്റ്റന്റ് മെട്രിക്സ്, മീൻസ് റൈറ്റ് സൈഡിലെ നമ്പറുകൾ ഉണ്ടല്ലോ, റൈറ്റ് സൈഡിലെ നമ്പർ 5 -4 3 അതങ്ങോട്ട് എടുത്ത് എഴുതണം. ഓക്കെ, കോളം മെട്രിക്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ് എക്സ് വൈ ഇസഡ്, അതാണ് ക്യാപിറ്റൽ എക്സ്. ഓക്കെ ആണല്ലോ, എല്ലാം എഴുതി കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം എയുടെ. ഓക്കെ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഈ 3 നമ്പർ തുടങ്ങുന്ന 3 ബ്രാക്കറ്റ് കണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ നമ്പറിൻ്റെ സൈൻ മാറ്റിക്കോളം. ഓക്കെ, 2 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളം പോയിക്കാണ്ട് ഈ 4 പേർ, ഇതിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ്. -2 ഇൻറ്റു -2 4 -1 ഇൻറ്റു 1 -1. അപ്പോൾ 2 മൈനസ് +1 ആയി. ഓക്കെ, -3 ഇൻറ്റു എന്ന് പറയുമ്പോൾ ദൂരെയുള്ള 4 പേർ, 1 ഇൻറ്റു -2 -2 -3 ഇൻറ്റു 1 3. 3 ഇൻറ്റു എന്ന് പറയുമ്പോൾ D 4 പേര് 1 ഇൻറ്റു -1 -1 -3 ഇൻറ്റു -2 -6, അപ്പോൾ +6. ഓക്കെ, that is equal to 2 into 5 -3 into -5 plus 3 into 5. Answer 10 plus 15 plus 15. Answer is 40. ഓക്കെ, സിമ്പിൾ ആയല്ലോ. ഓക്കെ ആണല്ലോ, ഇവിടം വരെ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് വലിയൊരു പണി തുടങ്ങാൻ പോവാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോഫാക്ടേഴ്സ്, അഡ്ജോയിൻ്റ്, ഇൻവേഴ്സ്, നെക്സ്റ്റ് ഒരു ചെറിയൊരു ഓപ്പറേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പല മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. നോക്കണം, ഈ മെട്രിക്സിനെ 4 ടൈംസ് എഴുതണം. 2 3 3 1 -2 1. ഓക്കെ, 3 -1 -2 ഒരു തവണയായി. അടുത്തത് 2 3 3 1 -2 1 3 -1 -2. പിന്നെയും 2 3 3 1 -2 1 3 -1 -2. അടുത്ത 2 3 3 1 -2 1 3 -1 -2. 4 ടൈംസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ബോർഡർ ലൈൻ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. മുഴുവൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അകത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട്, അവനെ ഉപയോഗിച്ച് വേണം നമ്മുടെ കോഫാക്ടർ മെട്രിക്സ് ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ അതിന് മുമ്പായിട്ട് നോക്കിയാണ് ഓരോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചോണം. നമ്മൾ ആദ്യത്തെ 4 നമ്പേഴ്സിനെ കണ്ടോണം. ഇങ്ങനെയല്ല, ബോക്സ് ടൈപ്പിൽ കണ്ടോ, 1 2 3 4 കണ്ടല്ലോ. ഈ 4 പേര്, ഈ 4 പേരിൽ ഇതിൻ്റെ പ്രോഡക്റ്റിൽ നിന്നും ഇതിൻ്റെ പ്രോഡക്റ്റിനെ അങ്ങോട്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് -2 ഇൻറ്റു -2 4 -1 ഇൻറ്റു -1, അപ്പോൾ 4 -1 4 + 1 5. അപ്പോൾ ഫസ്റ്റ് കോഫാക്ടർ എലമെൻറ്റ് കിട്ടി. അടുത്ത് എഴുതുമ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 4 പേരെയാണ് എടുത്തതെങ്കിൽ ഇയാളെ വിട്ടിട്ട് ഈ 4 പേരെ എടുക്കണം. അപ്പോൾ ഇവിടെ തൊട്ടാൽ മതി. അപ്പോൾ ഈ കോർണറിലുള്ള ഇങ്ങനെ 4 പേർ. അപ്പോൾ 1 ഇൻറ്റു 3 3 -2 ഇൻറ്റു 1 -2, ദാറ്റ് ഈസ് ഓൾസോ 5. ഇവിടെ അങ്ങോട്ട് എഴുതണം. അടുത്തവരോട് തൊട്ടിട്ട് ഈ 4 പേർ 1 ഇൻറ്റു -1 -3 ഇൻറ്റു -2 -6, അപ്പോൾ ഇവിടെ +6 വരും, ദാറ്റ് ഈസ് 5. അപ്പോൾ ഫസ്റ്റ് റോ ഫുൾ 5 കിട്ടി. നെക്സ്റ്റ് നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ഇവിടെ നെക്സ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ തൊട്ടിട്ട്
ഈ 4 പേർ. -1 × 3 -3 മൈനസ് 3 × -2 -6. അപ്പോൾ ഈ മൈനസ് ഇടുമ്പോൾ +6. ആൻസർ ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ തൊട്ടിട്ട് ഈ പ്രോഡക്റ്റ് മൈനസ് ഈ പ്രോഡക്റ്റ് -2 × 2 -4 മൈനസ് 3 × 3 9. ആൻസർ ഈസ് -13. ഒരു എലമെൻറ്റ് തെറ്റിയാൽ സൈനോ തെറ്റിയാൽ കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വരെയായി. നെക്സ്റ്റ് ഇവിടെ 3 × 3 9 -2. ഓക്കെ, 9 + 2 ആൻസർ 11. ഇവിടെ ആണേ 3 × 3 9 -2 × -1 -2 അപ്പോൾ 11. അതുമായി നെക്സ്റ്റ് ഇവിടെ തൊട്ടുണ്ട് ഈ 4 പേർ. 3 × 1 3 -2 × 3 -6. ആൻസർ 9. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ തൊട്ടിട്ട് 3 × 1 3 -1 × 2 3 -2 1. അത് കുഴപ്പമില്ലായിരുന്നു. അടുത്ത 2 × -2 -4 -1 × 3 3. ആൻസർ ഈസ് -7. ഓ, നമുക്ക് എന്ത് കിട്ടി? കോഫാക്ടർ മെട്രിക്സ് കിട്ടി. ദെൻ ടേക്കിംഗ് ദ അഡ്ജോയിൻറ്റ്. അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഫസ്റ്റ് റോ എടുത്തിട്ട് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ എടുത്തിട്ട് സെക്കൻഡ് കോളം, തേർഡ് റോ എടുത്തിട്ട് തേർഡ് കോളം. ഓക്കെ, അത് 5 5 5 അങ്ങോട്ട് എഴുതിയില്ല, താഴോട്ട് എഴുതി. അടുത്ത 3 -13 11. നെക്സ്റ്റ് 9 1 -7. വി ഗെറ്റ് അഡ്ജോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ബൈ ഡിറ്റർമിനൻ്റ്. ദാറ്റ് ഈസ് അഡ്ജോയിൻ്റ് കിട്ടിയതിനെ അങ്ങോട്ട് മണ്ടയ്ക്ക് എഴുതുക. അഡ്ജോയിൻ്റ് നോക്കിക്കേ, ഇവിടെ കിട്ടിയത് എത്രയാണ്? 5 3 9. ഓക്കെ, 5 -13 1. നെക്സ്റ്റ് 5 11 -7 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എത്രയാണ്? 40. അങ്ങനെ നമ്മുടെ കയ്യിൽ എ ഇൻവേഴ്സ് കിട്ടി. ഓ, നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ചു, എങ്ങും അപകടമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് കുറച്ചുകൂടി ചെയ്യുമ്പോൾ അറിയാം എവിടെയെങ്കിലും അപകടം നടന്നിട്ടുണ്ടെന്ന് കേട്ടോ. ലാസ്റ്റ് സെക്ഷനിലോട്ട് കയറിയാണ്. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഈസ് ദ മെട്രിക്സ് ഫോർമുല. ഓക്കെ, മെട്രിക്സ് ഇക്വേഷൻ ഫോർ സോൾവിങ് ദ ഇക്വേഷൻസ്. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഓക്കെ, അപ്പോൾ എ ഇൻവേഴ്സ് ബി അങ്ങോട്ട് എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് 5 3 9 5 -13 1 5 11 -7 divided by 40 into b. What is b here? 5 -4 3. ഓക്കെ, ഇനി ആ പ്രോഡക്റ്റ് കൂടെ കഴിയുമ്പോൾ 6 മാർക്ക് നമ്മുടെ പോക്കറ്റിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു റോ വൈസ് ആയിട്ടൊക്കെ ഒന്ന് വരയിട്ടേക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ കാണുന്ന ഈ 3 പേര് കൊണ്ട് ഇങ്ങനെയുള്ളവരെയും കൂടി ഇന്ത്യയാണ്. ഇയാൾക്ക് ഇയാൾ, അടുത്ത ആൾക്ക് അടുത്ത ആൾ, അടുത്ത ആൾക്ക് അടുത്ത ആൾ, 3 പേരെ കല്യാണം കഴിക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 5 × 5 25 പ്ലസ് അടുത്ത ആൾ 3 × -4 -12 പ്ലസ് 9 × 3 27. ഓക്കെ, നെക്സ്റ്റ് റോയും കൊണ്ട് പിന്നെ അവരെ ഇത് ഈ 3 പേരും കൊണ്ട് ഈ മോരെ. അപ്പോൾ 5 × 5 25 പ്ലസ് -13 × -4 പ്ലസ് 52 പ്ലസ് 1 × 3 3. ഓക്കെ, ലാസ്റ്റ് ഈ റോയും കൊണ്ട് വേണം ഈ 3 പേരെ. 5 × 5 25 പ്ലസ് 11 × -4 -44 പ്ലസ് -21. ഓക്കെ, ഡിവൈഡഡ് ബൈ 40. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 27 52. 52 ഒരു 12 പോയ 40. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് 25 ഇത് 2 55 ഇല്ലേ? 55 25 80. നെക്സ്റ്റ് ഇത് പോസിറ്റീവ്, ഇത് 2 നെഗറ്റീവ്. നെഗറ്റീവായിട്ട് -44 -21 -65 -65 പ്ലസ് 25 -40. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തോണേ, കാൽക്കുലേറ്റർ. ഓക്കെ, നമ്മളൊക്കെ ചെയ്തപ്പോൾ തെറ്റിപ്പോവും, അതുകൊണ്ട് നിങ്ങൾ സ്വയം ചെയ്യാതെ കാൽക്കുലേറ്റർ കൊടുത്തേക്കണം. ഓക്കെ, -40 ഡിവൈഡഡ് ബൈ 40. ആൻസർ 40 by 41 80 by 42 ആൻഡ് -1. ഓ, നല്ല സൂപ്പർ ആൻസർ. ദെൻ x = 1 y = 2 z = -1. ഫ്രാക്ഷൻ ഒന്നും വന്നില്ലെങ്കിൽ ഏകദേശമൊക്കെ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ക്ലിയറായി. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇവിടോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 5 കിട്ടുമെന്ന് നോക്കണം കേട്ടോ. കറക്റ്റ് കിട്ടിയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആയല്ലോ? സൂപ്പറായല്ലോ? സെറ്റായല്ലോ? ഇതായിരുന്നു എല്ലാ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ചോദ്യം. നമ്മൾ ഈ ഡേയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ലപോലെ മാക്സിമം നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് കണ്ടേക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് ഉടൻ എത്തും. ഓക്കെ, ഗുഡ് ബൈ.